ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇപ്പോൾ മാമ്പഴം സുലഭമായി കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഞാനിന്ന് മാമ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാമ്പഴ പായസം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പായസമാണിത്. നമുക്ക് വൈകുന്നേരങ്ങളിൽ മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഇത് കഴിക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ ഇഫ്താർ വിരുന്നിന് നമുക്ക് ഇത് ചെറിയ ബൗളിലാക്കി കൊടുക്കാൻ വളരെ നല്ലൊരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളാണ്, അധികം ചിലവുമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല പഴുത്ത മാങ്ങയാണ് നമുക്കിതിന് വേണ്ടത്. നല്ല തൊലി നേർക്കെ പഴുത്ത മാങ്ങയായിരിക്കണം, പിന്നെ പുളിയില്ലാത്ത മാങ്ങയായിരിക്കണം. അപ്പോൾ ഞാനിവിടെ 2 പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി ഇതുപോലെ ചെത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെത്തിയെടുക്കാം. തൊലിയുടെ ഭാഗം കുറച്ച് കട്ടിയിൽ കളയണം. മാമ്പഴം നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചൊനയുടെ മണം അധികം ഇല്ലാത്ത മാങ്ങയായിരിക്കണം. പിന്നെ പുളി ഒട്ടുമില്ലാത്ത മാങ്ങ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ തൊലി നമുക്ക് ഇതുപോലെ ചെത്തുകയാണെങ്കിൽ പെട്ടെന്ന് ചെത്തിയെടുക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് ചെത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ആ 2 മാങ്ങയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ല ജ്യൂസി ആയിരിക്കും. ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതൊരു സ്റ്റെയിനറിലിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നാരൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ ബ്ലെൻഡ് ചെയ്ത മാമ്പഴം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മാമ്പഴം പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പത്ത് മിനിറ്റ് മീഡിയം ഹീറ്റിൽ തുടരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ മാമ്പഴച്ചാറിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി കിട്ടുകയും ചെയ്യും. നെയ്യിൽ കിടന്ന് നല്ല ടേസ്റ്റായിട്ട് ഇത് വറ്റി വരികയും ചെയ്യും. നന്നായി വറ്റി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് വേണ്ടുന്ന ശർക്കര പാനി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പോരാത്തത് ഒഴിച്ചു കൊടുത്താലും മതിയാകും. ശർക്കര പാനിക്ക് ഉപ്പില്ലാത്തതാണെങ്കിൽ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നാലേ ഈ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പില്ലാത്ത ശർക്കര ആണെങ്കിൽ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നാലേ പായസത്തിന് രുചി ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഇനി 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. തേങ്ങാപ്പാൽ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഈ മാംഗോ മിശ്രിതവുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി തിളക്കുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ലോ ഹീറ്റിൽ വേണം ഈ സമയത്ത് കുക്ക് ചെയ്യാനായിട്ട്. നല്ലതുപോലെ തേങ്ങാപ്പാൽ മിക്സായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് സാധനങ്ങളും മതി. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് പഞ്ചസാരയിലും ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നമുക്ക് പശുവിൻ പാൽ ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റിൽ നമുക്ക് മാമ്പഴ പായസം കഴിക്കാൻ പറ്റും. നമ്മൾ നെയ്യിൽ വിളയിച്ചെടുത്ത കശുവണ്ടിയും കിസ്മസൊക്കെ ചേർത്ത് അലങ്കരിച്ചെടുക്കാം. നമുക്ക് വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. നമുക്കിത് ഇഫ്താർ വിരുന്നിന് ഇതുപോലെ ചെറിയ ബൗളിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാകും ഈ സ്വീറ്റ് ആയിട്ടുള്ള മാമ്പഴ പായസം. പിന്നെ നമ്മൾക്കിത് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളമൊക്കെ സൂക്ഷിക്കാൻ പറ്റും. തണുപ്പിച്ച് കഴിക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ബൗളിലാക്കിയിട്ട് നമുക്ക് കാഷ്യൂസൊക്കെ വെച്ച് അലങ്കരിച്ച് വിരുന്നുകാർക്ക് വിളമ്പാൻ പറ്റിയൊരു പായസമാണിത്. നോമ്പ് തുറക്കാനും വളരെ നല്ലൊരു ഐറ്റമാണിത്. ഇഫ്താർ വിരുന്നിനും നമുക്കിത് വിളമ്പാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.